എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസ്റ്റും കള്ളൊന്നും ചേർക്കാത്ത വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പമാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഒരു വലിയ തേങ്ങയുടെ ഒരു അരമുറി കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളി ഒരു 3 എണ്ണവും ചുവന്നുള്ളി ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് തേങ്ങാവെള്ളം നമ്മൾ തലേ ദിവസം 2 സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ കള്ളിനും അതുപോലെ തന്നെ ഈസ്റ്റിനും പകരമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ നമുക്കത് അരയ്ക്കാനായിട്ട് ജാറിലേക്ക് ഇടാം. ഞാൻ കുറച്ച് അരി മാത്രമാണ് ആദ്യം ഇടുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ആ തേങ്ങാവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ജീരകവും കൂടെ കൂട്ടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആദ്യത്തെ സെക്ഷൻ ഞാൻ അരയ്ക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യ ഭാഗം അരച്ചു കഴിഞ്ഞു. ഇത് ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം പുളിച്ച് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത് കവിഞ്ഞ് പോകും. അതുകൊണ്ട് നമുക്കൊരു വലിയ പാത്രത്തിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തേത് അരയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം അരച്ചപ്പോൾ തന്നെ വേണമെങ്കിൽ ചേർക്കാം. ഏതിൽ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ രണ്ടാമത്തേലാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബാക്കി വന്ന തേങ്ങാവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കാം. രണ്ടാമത്തെ ഭാഗം അരച്ച് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒഴിച്ചായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ തേങ്ങയും കൂടെ അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ മാത്രം ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. തേങ്ങ 2 മിനിറ്റ് കറക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് ചോറ് ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഭാഗം അരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം കൂടി പോകരുത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മാവ് നല്ലോണം പുളിച്ച് വരാനായിട്ട് ഇത് സഹായിക്കും. ഞാനിത് രാത്രിയാണ് അരക്കുന്നത്. എപ്പോൾ അരച്ചാലും ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് നമ്മുടെ അപ്പം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ചെറിയ ഹോൾസൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായവും പറയണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.